നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കൂടാളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 26 വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സെക്രട്ടറി ഇ സജീവിന് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തരത്തിലുള്ള നടപടികളുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സഹകരണ മേഖലയിൽ വളരെ ചെറിയ തോതിലാണ് ഈ തെറ്റായിട്ടുള്ള ചില പ്രവണതകൾ കാണുന്നത്. ആ പ്രവണതകൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ ഏറ്റവും ജനകീയ വിശ്വാസമുള്ള ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. അതിലിപ്പോൾ എല്ലാ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഒക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടികളും, ഇപ്പോൾ സഹകരണ രംഗത്ത് യൂണിയൻസ് ഉണ്ട്. ഇവിടെ തന്നെ സഹകരണ ജീവനക്കാരുടെ യൂണിയൻ ഉണ്ട്. ആ യൂണിയനൊക്കെ വളരെ സജീവമാണിപ്പോൾ. അതുപോലെ തന്നെ ഈ സഹകരണ സംഘങ്ങളുടെ നടത്തിപ്പിൽ നേതൃത്വം വഹിക്കുന്ന പാർട്ടികൾ വളരെ സജീവമായിട്ട് തന്നെ ഒരു തരത്തിലുള്ള അഴിമതികളും തെറ്റായ പ്രവണതകളും സ്ഥാപനത്തിൽ ഉണ്ടാകരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭരണസമിതിയിലും സെക്രട്ടറിയും ജീവനക്കാരും ഒക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ബാഹ്യശക്തികളുടെ വ്യക്തികളുടെ സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദങ്ങൾക്ക് പലപ്പോഴും പലരും വഴങ്ങിപ്പോകും. ഈ അഴിമതി എന്ന് പറയുന്നത് അങ്ങനെ രൂപപ്പെട്ട് വരുന്നതാണ്. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P കരുണാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. AKG സഹകരണ ആശുപത്രി പ്രസിഡന്റ് P പുരുഷോത്തമൻ ഉപഹാര സമർപ്പണം നടത്തി. IRPCക്കുള്ള ധനസഹായം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ ഏറ്റുവാങ്ങി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രതീഷ്, കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, PP നൌഫൽ, KC ബൈജു, P രാജീവൻ, CH വത്സരൻ മാസ്റ്റർ, KM വിജയൻ മാസ്റ്റർ, TP ത്വാഹ മാസ്റ്റർ, KV പുരുഷോത്തമൻ, MV സുരേഷ്, K ബാലൻ, N രാജൻ, PK വേണുഗോപാലൻ, K മോഹനൻ മാസ്റ്റർ, MT സതീശൻ, E സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.